ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം പകുതിയായിട്ട് കുറച്ചു. ആർക്കും ഒരു സൂചന പോലും കൊടുത്തില്ല. പതിവുപോലെ സഹതടവുകാരോടുകൂടെ സെല്ലിലെത്തിയ ഗോവിന്ദച്ചാമി കൃത്യസമയത്ത് തന്നെ ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ 1 മണി. വാർഡന്റെ പതിവ് പരിശോധന. പുതച്ചുമൂടിയ ഗോവിന്ദച്ചാമി ഉറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തി. എന്നാൽ വാർഡൻ പോയ തക്കം നോക്കി ചാമി ഉണർന്നു. നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന പ്ലാൻ ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കി. നേരത്തെ തന്നെ ഉപ്പിട്ട് ദ്രവിപ്പിച്ചു വെച്ചിരുന്ന സെല്ലിന്റെ കമ്പി ശബ്ദമുണ്ടാക്കാതെ മുറിക്കുന്നു. കറുത്ത പാന്റും ഷർട്ടുമിട്ട് സെല്ലിന് പുറത്തേക്ക് 4 മണിവരെ അവിടെ വെയിറ്റ് ചെയ്തു. തടവുകാരുടെ ഉണക്കാട്ടിരുന്ന മുണ്ടുകളെടുത്ത് വടമുണ്ടാക്കുന്നു. വെള്ളം ശേഖരിക്കാനായി വെച്ചിരുന്ന ഡ്രം മതിലിന് ചേർത്ത് വെച്ച് കയ്യിലെ വടം മുകളിലേക്ക് എറിഞ്ഞ് സാഹസികമായി മതിലും ചാടി കിടക്കുന്നു. പിന്നെ കറുത്ത ഷർട്ട് മാറ്റി വെള്ള ഷർട്ട് ഇട്ട് നഗരത്തിലേക്ക് നീങ്ങി. പുലർച്ചെ വാടം വന്ന് നോക്കിയപ്പോ തടവറ ശൂന്യം. ഇത് പിടിക്കപ്പെട്ടതിന് ശേഷം ഗോവിന്ദച്ചാമി തന്നെ ജയിൽ അധികാരികളുടെ അടുത്ത് പറഞ്ഞതാണ്. കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ അന്വേഷണങ്ങളിലൂടെ പുറത്തു വരും അല്ലേ?